ഒരു ക്യാമറ ഇല്ലാതിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇല്ലാതായനെ. 2003 മാർച്ച് 12-ാം തീയതി കാലിഫോർണിയയിൽ വെച്ച് 24 വയസ്സുകാരനായ ജുവാൻ തന്റെ മകളെയും കൂട്ടി ഒരു ബേസ്ബോൾ മാച്ച് കാണാൻ പോകുന്നു. അതേ സമയത്ത് തന്നെ മാർത്ത പ്യൂബ്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു. ബേസ്ബോൾ മാച്ച് കാണാൻ പോയ ജുവാന് ഈ കൊലപാതകമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോലീസുകാർ സംശയിച്ചത് ജുവാനെയായിരുന്നു. 2002-ൽ നടന്ന മറ്റൊരു കൊലപാതക കേസിൽ ജുവാന്റെ സഹോദരനെതിരെ സാക്ഷി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കൊല്ലപ്പെട്ട മാർത്ത. സ്വന്തം സഹോദരനെ ജയിലിൽ അടച്ചതിന് മാർത്തയോട് പ്രതികാരം തീർത്തതാവാം എന്നായിരുന്നു പോലീസുകാർ കരുതിയത്. അതുകൊണ്ട് തന്നെ മതിയായ തെളിവുകൾ ഇല്ലാഞ്ഞിട്ടും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു. അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വക്കീലിന് അറിയാമായിരുന്നു. പക്ഷേ അത് തെളിയിക്കാൻ പാകത്തിനുള്ളൊരു തെളിവില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വല്ലതും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന് ബേസ്ബോൾ മാച്ച് നടന്ന സ്റ്റേഡിയത്തിലേക്ക് പോയി നോക്കുന്നു. അവിടുത്തെ CCTV വിഷ്വലും മറ്റു വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കെർബ് യുവർ എന്തൂസിയാസം എന്ന് പറയുന്ന ഒരു TV ഷോ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ TV ഷോയുടെ ചെറിയൊരു ഭാഗത്ത് ജുവാൻ അറിയാതെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ തെളിവ് കോടതിയിൽ ഹാജരാക്കി ജുവാനെ പുറത്തിറക്കുകയും 6 മാസം ജയിലിൽ കിടത്തിയതിന് $3.2 ലക്ഷം നഷ്ടപരിഹാരമായിട്ട് നൽകുകയും ചെയ്യുന്നു. അറിയാതെയാണെങ്കിലും ആ TV ഷോയിൽ പെട്ടുപോയത് കൊണ്ടാണ് അദ്ദേഹം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്.